Draw a parallelogram with length of diagonals 8 cm and 6 cm and the angle between them 60 degree. വികരണങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അവയുടെ ഇടയിലെ കോൺ 60 ഡിഗ്രിയും ആയ സാമാന്തരികം വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുക്കാം. എന്നിട്ട് 8 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് എവിടെയാണ്? 8ൻ്റെ ഹാഫ് 4 അല്ലേ, അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. അതിന് O എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ O ആണ് മിഡ് പോയിന്റ്. ഇനി Oയിലൂടെയാണ് അടുത്ത ഡയഗണൽ വരേണ്ടത് അല്ലേ. അടുത്ത ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ആണ്. 6ൻ്റെ ഹാഫ് 3 അല്ലേ, അപ്പോൾ 3 സെൻറ്റിമീറ്റർ മേലോട്ടും 3 സെൻറ്റിമീറ്റർ താഴോട്ടും വരയ്ക്കണം. എത്ര ആംഗിളിലാണ് വരയ്ക്കേണ്ടത്? 60 ഡിഗ്രി ആംഗിളാണ് അല്ലേ. അപ്പോൾ ഈ ഓയിൽ നമ്മൾ 60 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഓയിലും പ്രൊട്രാക്ടറിലെ 0 ഈ ലൈനിൽ വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ഓയിലേക്ക് ജോയിൻ ചെയ്യാം. താഴോട്ട് എന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ 3 സെൻറ്റിമീറ്റർ മേലെ ഒരു പോയിന്റ് ഇടാം. അതിന് C എന്ന് കൊടുക്കാം. 3 സെൻറ്റിമീറ്റർ താഴെ ഒരു പോയിന്റ് ഇടാം. അതിന് D എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി Aയും Bയും Cയും Dയും കൂടി ജോയിൻ ചെയ്താൽ നമ്മുടെ പാരലലോഗ്രാം കംപ്ലീറ്റ് ആയി. Prove that in a parallelogram the line joining the midpoints of two opposite sides is parallel to the other two sides. അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആ ലൈനില്ലേ, ആ ലൈൻസ് നമ്മുടെ പാരലലോഗ്രാമിൻ്റെ സൈഡ്സിന് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരലലോഗ്രാമിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഇനി ABയുടെ മിഡ് പോയിന്റ് P എന്നും CDയുടെ മിഡ് പോയിന്റ് Q എന്നും കൊടുക്കുക. ACയുടെ മിഡ് പോയിന്റ് L എന്നും BDയുടെ മിഡ് പോയിന്റ് M എന്നും കൊടുക്കുക. ഓക്കെ, P എന്നത് ABയുടെ മിഡ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ഈ AP എന്ന് പറയുന്നത് ഈ ABയുടെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ AP ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AB ആണ്. കാരണം എന്താണ്? P ഈസ് മിഡ് പോയിന്റ് ഓഫ് AB. അതേപോലെ Q എന്ന് പറയുന്ന CDയുടെ മിഡ് പോയിന്റ് ആണല്ലോ. അപ്പോൾ CQ എന്ന ഡിസ്റ്റൻസ് CD എന്ന ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. നമുക്ക് എന്ത് പറയാം? CQ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു CD. കാരണം എന്താണ്? Q ഈസ് മിഡ് പോയിന്റ് ഓഫ് CD. പക്ഷേ ABയും CDയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്? ABDC എന്നത് ഒരു പാരലലോഗ്രാം ആണല്ലോ. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് പറയാം? ABയും CDയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? APയും CQയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. സോ AP ഈസ് ഈക്വൽ ടു CQ. കാരണം എന്താണ്? ബിക്കോസ് AB ഈസ് ഈക്വൽ ടു CD. കാരണം ദ സൈഡ്സ് ഓഫ് പാരലലോഗ്രാമിൻ്റെ സൈഡ്സ് ആണ് ABയും CDയും. അപ്പോൾ അവ ഈക്വൽ ആയതുകൊണ്ട് അവയുടെ ഹാഫായ APയും CQയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ APയും CQയും എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ പാരലലും ആണ് അല്ലേ. കാരണം എന്താ? ABയും CDയും പാരലൽ ആണല്ലോ. കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പോൾ അവയുടെ പാർട്ടാണ് AB എന്ന ലൈനിൻ്റെ ഒരു പാർട്ടാണ് AP, CD എന്ന ലൈനിൻ്റെ ഒരു പാർട്ടാണ് CQ അല്ലേ. അപ്പോൾ APയും CQയും എന്താണ്? പാരലൽ ആണ്. AP ഈസ് പാരലൽ ടു CQ. കാരണം എന്താണ്? AB ആൻഡ് CD ആർ പാരലൽ. ABയും CDയും പാരലൽ ആയതുകൊണ്ട് APയും CQയും പാരലൽ ആണ്. ഓക്കെ, സോ കോഡിലാറ്ററൽ APQC എന്താണ്? ഒരു പാരലലോഗ്രാം ആണ് അല്ലേ. കാരണം ഒരു കോഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ അത് എന്താ? ഒരു പാരലലോഗ്രാം ആണ് അല്ലേ. എന്ത് എഴുതാം? സോ APQC ഈസ് എ പാരലലോഗ്രാം. പാരലലോഗ്രാം ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലേ. അപ്പോൾ APയും QCയും പാരലലാണെന്ന് കണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ള സൈഡ്സ് ഏതാ? AC QP അല്ലേ. ACയും PQയും. അപ്പോൾ അതും എന്തായിരിക്കും? പാരലലായിരിക്കും അല്ലേ. സോ AC ഈസ് പാരലൽ ടു PQ അല്ലേ. അപ്പോൾ ACയും PQ എന്നാണ് പാരലലാണ്. ഓക്കെ, ഇതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഓക്കെ,
നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗറിൽ എൽ ആണ് എന്ത് എ സിയുടെ മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ എ എൽ എന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എ സിയുടെ ഹാഫ് ആയിരിക്കും, കാരണം എൽ മിഡ് പോയിന്റ് ആണല്ലോ എ സിയുടെ. നമുക്ക് എന്ത് പറയാം, എ എൽ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി, കാരണം എൽ ഈസ് മിഡ് പോയിന്റ് ഓഫ് എ സി. പിന്നെ എം ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ്, അപ്പൊ ബി എം എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു ബി ഡി ആയിരിക്കും. കാരണം എന്താണ്, എം ഈസ് മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ഓക്കെ, അപ്പോൾ പക്ഷേ എ സിയും ബി ഡിയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. കാരണം എ സിയും ബി ഡിയും ഈ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ് പാരലലും ആണ്. അപ്പോൾ എ സിയും ബി ഡിയും ഈക്വൽ ആയതുകൊണ്ട് അവയുടെ ഹാഫ് ആണല്ലോ എ എല്ലും ബി എമ്മും, അപ്പോൾ അവയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം, സോ എ എൽ ഇസ് ഈക്വൽ ടു ബി എം. കാരണം എന്താണ്, എ സി ഇസ് ഈക്വൽ ടു ബി ഡി. എ സിയും ബി ഡി ഈക്വൽ ആയതുകൊണ്ട് എ എല്ലും ബി എം ഈക്വൽ ആണ്. കാരണം എ സിയുടെയും ബി ഡിയുടെയും ഹാഫ് ആണ് എ എല്ലും ബി എമ്മും അല്ലേ. കാരണം സൈഡ്സ് ഓഫ് പാരലലോഗ്രാം, പാരലലോഗ്രാമിന്റെ സൈഡ്സ് ആയതുകൊണ്ടാണ് ഇവ ഈക്വൽ ആയത്. അപ്പോൾ എ എല്ലും ബി എമ്മും ഈക്വൽ ആണ്. പിന്നെ എ എല്ലും ബി എമ്മും പാരലൽ ആണല്ലോ, കാരണം എ എൽ എന്ന് പറയുന്ന എ സി എന്ന സൈഡിന്റെ ഒരു പാർട്ടാണ്, ബി എം എന്ന് പറയുന്ന ബി ഡി എന്ന സൈഡിന്റെ ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ എ സിയും ബി ഡിയും പാരലൽ ആണ്, കാരണം പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണല്ലോ എ സിയും ബി ഡിയും. അപ്പോൾ അവയുടെ പാർട്സ് ആണ് എ എല്ലും ബി എമ്മും. അപ്പോൾ എ എല്ലും ബി എമ്മും എന്താണ്, പാരലൽ ആണ്. എ എൽ ഈസ് പാരലൽ ടു ബി എം. കാരണം എന്താണ്, എ സി ഈസ് പാരലൽ ടു ബി ഡി. എ സിയും ബി ഡിയും പാരലൽ ആയതുകൊണ്ട് അവയുടെ പാർട്സ് ആയ എ എല്ലും ബി എമ്മും പാരലലാണ്. ഓക്കെ, അപ്പോൾ എ എല്ലും ബി എമ്മും പാരലൽ ആണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എ ബി എം എൽ എന്താണ്, ഒരു പാരലലോഗ്രാം ആണ് അല്ലേ. കാരണം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ് പാരലലും ആണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആണ് അല്ലേ. അപ്പം എന്ത് പറയാം, സോ എ ബി എം എൽ ഈസ് എ പാരലലോഗ്രാം. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അത് ഏതൊക്കെയാണ്, പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്ന് എ എല്ലും ബി എമ്മും ആണ്, അത് പാരലൽ ഈക്വൽ ആണെന്ന് കണ്ട്. പിന്നെ ബാക്കിയുള്ള സൈഡ്സ് ആയ എ ബിയും എൽ എമ്മും എന്തായിരിക്കും, പാരലലായിരിക്കും, ഈക്വലും ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, സോ നമുക്കിത് പാരലലാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ എ ബി ഈസ് പാരലൽ ടു എൽ എം. ഓക്കെ, ഇതിന് നമുക്ക് 2 ഒന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ട് എ സി ഇസ് പാരലൽ ടു പി ക്യു, പിന്നെ നമ്മൾ കണ്ടു എ ബി ഇസ് പാരലൽ ടു എൽ എം അല്ലേ. അതായത് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് പി ക്യുവും എൽ എമ്മും. അപ്പോൾ അവ ഓരോ സൈഡ്സിന് എ സി എന്ന സൈഡിന് പാരലലാണ്, പിന്നെ എ ബി എന്ന സൈഡിന് പാരലലാണെന്ന് കണ്ടു അല്ലേ. The picture shows a parallelogram and the lines joining the midpoint of opposite sides. Prove that these lines bisect each other. Prove that an angle between these lines is equal to an angle between the sides of the parallelogram. അതായത് താഴെ ഫിഗറിൽ ഒരു പാരലലോഗ്രാം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് രണ്ട് ലൈൻസും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലൈൻസും ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ആംഗിൾസ് ഇല്ലേ, അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ പാരലലോഗ്രാമിനെ എ ബി സി ഡി എന്ന് നെയിം ചെയ്യാം. എ ബിയുടെ മിഡ് പോയിന്റ് പി എന്നും ഡി സിയുടെ മിഡ് പോയിന്റ് ക്യൂ എന്നും എ ഡിയുടെ മിഡ് പോയിന്റ് ആർ എന്നും ബി സിയുടെ മിഡ് പോയിന്റ് എസ് എന്നും എടുക്കാം. ഈ പി ക്യൂ ആർ എസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഒ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ആദ്യം ഈ രണ്ട് ലൈൻസും അതായത് പി ക്യൂ ആർ എസും ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് ഒ എന്നത് പി ക്യൂവിൻ്റെ മിഡ് പോയിന്റ് ആണ്, അതേപോലെ ആർ എസിൻ്റെയും മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടു ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈന് അതിൻ്റെ സൈഡ്സിന് പാരലൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ പി ക്യൂ എന്ന ലൈന് എ ഡി എന്ന സൈഡിനും ബി സി എന്ന സൈഡിനും പാരലലാണ്. അതേപോലെ ആർ എസ് എന്ന സൈഡ് എ ബി എന്ന സൈഡിനും സി ഡി എന്ന സൈഡിനും പാരലലാണ് അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതാം, എ ബി ഡി സി ആൻഡ് ആർ എസ് ആർ പാരലൽ. അതേപോലെ എ ഡി പി ക്യു ബി സി ആർ ഓൾസോ പാരലൽ. അപ്പം അതിൻ്റെ റീസൺ എന്താണ്,
Reason, the line joining midpoints of opposite sides of parallelograms are parallel to the sides of parallelogram. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എ ബിയും ഡി സിയും ആർ എസും പാരലലാണ് അല്ലേ? അതായത് ഇങ്ങനെ 3 ലൈൻസ് പാരലാണ്. അതേപോലെ എ ഡിയും പി ക്യൂവും ബി സിയും പാരലാണ് അല്ലെ? ഇങ്ങനെ 3 ലൈൻസും പാരലാണ് അല്ലെ? അപ്പൊ ഇതിനുള്ളിൽ വരുന്ന കോഡിലാറ്ററൽസ്, ഇവിടെ 4 കോഡിലാറ്ററൽസ് വന്നിട്ടുണ്ട്. ഇതൊരു കോഡിലാറ്ററൽ, ഇതൊരു കോഡിലാറ്ററൽ, ഇതൊരു കോഡിലാറ്ററൽ, ഇതൊരു കോഡിലാറ്ററൽ. ഇവയൊക്കെ എന്താണ്? പാരലലോഗ്രാംസ് ആയിരിക്കും അല്ലെ? കാരണം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ പാരലാണോ? ആണല്ലോ അല്ലെ? ഈ സൈഡ്സ് ഒക്കെ പാരലാണ് അല്ലെ? സൈഡ്സ് ഒക്കെ പാരലാണ്. അതേപോലെ ഈ സൈഡ്സ് ഒക്കെ പാരലാണ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള കോഡിലാറ്ററൽസ് എന്താണ്? പാരലലോഗ്രാം ആണ് അല്ലെ? അപ്പൊ എന്ത് പറയാം? സോ quadrilateral DQOR, QCSO, OSBP, ROPA ഇതൊക്കെ എന്താണ്? സെപ്പറേറ്റ് പാരലലോഗ്രാംസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ DQOR എന്ന പാരലലോഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ DQOR എന്ന പാരലലോഗ്രാം മാത്രം നോക്കൂ. ഈ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ, കാരണം എല്ലാ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ DQയും ROയും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? DQ ഈസ് ഈക്വൽ ടു RO. കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം DQOR. അതേപോലെ അടുത്ത പാരലലോഗ്രാം QCSO ഒന്ന് നോക്കൂ. ഈ പാരലലോഗ്രാമിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണല്ലോ എന്ത്? QCയും OSഉം അല്ലെ? അപ്പൊ QC ഈസ് ഈക്വൽ ടു OS എന്ന് എഴുതാം. കാരണം സെയിം റീസൺ തന്നെ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം QCSO. പക്ഷേ DQ QC എന്താണ്? DQ QC ഈക്വൽ ആണ്. കാരണം എന്താണ്? DC എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് Q അല്ലെ? അപ്പോൾ DQയും QCയും എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലെ? ഡിയിൽ നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസും സിയിൽ നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. കാരണം Q മിഡ് പോയിന്റ് ആണല്ലോ DCയുടെ. അപ്പോൾ DQ ഈസ് ഈക്വൽ ടു QC അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? DQ ഈസ് ഈക്വൽ ടു RO ആണല്ലോ. അപ്പോൾ RO ഈസ് ഈക്വൽ ടു QC എന്ന് പറഞ്ഞാൽ OS ആണ്. RO ഈസ് ഈക്വൽ ടു OS ആണ് അല്ലെ? കാരണം എന്താണ്? RO എന്ന് പറഞ്ഞാൽ DQ ആണെന്ന് കണ്ട്, OS എന്ന് പറഞ്ഞാൽ QC ആണെന്ന് കണ്ട്. പക്ഷെ DQയും QCയും എന്താണ്? ഈക്വൽ ആണ്. കാരണം DC എന്ന ലൈൻ്റെ മിഡ് പോയിന്റ് ആണ് Q, അതുകൊണ്ട് DQയും QC ഈക്വൽ ആണ് അല്ലേ? അവ രണ്ട് ഈക്വൽ ആണ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ROയും OSഉം കൂടി ഈക്വൽ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ROയും OSഉം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആറിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസും എസിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നല്ലേ അർത്ഥം അല്ലേ? ആറിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് RO, എസിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് OS അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? O എന്ന് പറയുന്ന RSന്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ? Therefore O is midpoint of RS. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ഈ PQന്റെ മിഡ് പോയിന്റ് ആണ് O എന്ന് കൂടി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസും ബൈസെക്ട് ചെയ്യാൻ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിട്ടുള്ള പാരലലോഗ്രാം തന്നെ നോക്കാം. QCOS. ഈ QCOSന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എന്ത്? OQവും CS-ഉം അല്ലേ? അപ്പോൾ OQയും CS-ഉം എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? CS ഈസ് ഈക്വൽ ടു OQ അല്ലെങ്കിൽ QO എന്ന് പറയും. ഓക്കെ, CS ഈസ് ഈക്വൽ ടു QO. കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം QCSO. ഓക്കെ, അതേപോലെ അടുത്ത പാരലലോഗ്രാം നോക്കാം. ഏത്? താഴെയുള്ള പാരലലോഗ്രാം OSBP. ഈ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എന്ത്? SBയും OPയും അല്ലേ? അപ്പോൾ അവ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? SB ഈസ് ഈക്വൽ ടു OP. കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം OSBP. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു CS-ഉം
ഈസ് ഈക്വൽ ടു എന്താണ് ക്യു ഒ ആണ്. പിന്നെ കണ്ടു എസ് ബി ഈസ് ഈക്വൽ ടു ഒ പി എന്ന് കണ്ടു അല്ലേ. പക്ഷേ ഈ സി എസും എസ് ബിയും ഈക്വൽ ആണല്ലോ, കാരണം ഈ ബി സി എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത് എസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ബി എസും എസ് സിയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ എന്ത് പറയാം, ബട്ട് സി എസ് ഈസ് ഈക്വൽ ടു എസ് ബി, കാരണം എന്താണ് എസ് ഈസ് മിഡ് പോയിന്റ് ഓഫ് ബി സി. പക്ഷേ സി എസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ക്യു ആണെന്ന് കണ്ട്, എസ് ബി എന്ന് പറയുന്ന ഒ പി ആണെന്ന് കണ്ട് അല്ലേ. അപ്പോൾ സി എസ് എസ് ബി ഈക്വൽ ആയതുകൊണ്ട് ക്യു ഒ ഈസ് ഈക്വൽ ടു ഒ പി ആയിരിക്കും. ക്യു ഒയും ഒ പിയും കൂടി ഈക്വൽ ആയിരിക്കും. ദെർഫോർ ക്യു ഒ ഈസ് ഈക്വൽ ടു ഒ പി. ഓക്കെ, അപ്പോൾ ക്യു ഒ ഈസ് ഈക്വൽ ടു ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, പി ക്യു എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് ഒ എന്ന് പറയാം അല്ലേ. കാരണം എന്താണ്, മിഡ് പോയിന്റിൽ നിന്നുമാണ് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഒ ഈസ് മിഡ് പോയിന്റ് ഓഫ് പി ക്യു. അപ്പോൾ ആദ്യത്തേന് നമുക്ക് എന്താ 1 ഒന്ന് കൊടുക്കാം, രണ്ടാമത് 2 ഒന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രം 1 and 2 നമ്മൾ എന്ത് കണ്ടു, ഓ ആർ എസിൻ്റെയും മിഡ് പോയിന്റ് ആണ്, പി ക്യുവിൻ്റെയും മിഡ് പോയിന്റ് ആണ്. അതിനർത്ഥം എന്താണ്, പി ക്യു എന്ന ലൈനും ആർ എസ് എന്ന ലൈനും ബൈസെക്ട് ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, prove that an angle between these lines is equal to an angle between the sides of parallelogram. ഫിഗറിൽ തന്നിട്ടുള്ള ആംഗിൾസ്, രണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസ് അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ക്യു ഒ എസ് അല്ലേ, ഈ ആംഗിളും പിന്നെ ഈ ആംഗിൾ ആർ ഒ പി എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, അവ എന്താ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ക്യു ഒ എസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഒ പി, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പിന്നെയുള്ള നമ്മളെ റെഡിലുള്ള ആംഗിൾ ഈ ആംഗിളാണ് അല്ലേ. നമുക്ക് തെളിയിക്കേണ്ട ഈ ടിക്കറ്റിട്ടുള്ള ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ് ഈക്വൽ ആണ്. കാരണം എന്താണ്, അവ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ. ആർ ഒ പി എ ഒരു പാരലലോഗ്രാം ആണ് നമ്മൾ കണ്ടു അല്ലേ. അതിൻ്റെ സൈഡ്സ് ഒക്കെ എന്താണ് പാരലലോഗ്രാമിൻ്റെ സൈഡ്സിന് പാരലാണ്. അതുകൊണ്ട് ആർ ഒ പി എ എന്താണ് ഒരു പാരലലോഗ്രാമാണ്. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാലോ. സോ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ആർ എ പി ഈസ് ഓൾസോ ഈക്വൽ ടു ആംഗിൾ ആർ ഒ പി. കാരണം എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലലോഗ്രാം ആർ ഒ പി എ. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു ആംഗിൾ ക്യു എസ് ഈസിക്കൽ ടു ആംഗിൾ ആർ ഒ പി, പിന്നെ നമ്മൾ കണ്ടു ആംഗിൾ ആർ എ പി ഈസിക്കൽ ടു ആംഗിൾ ആർ ഒ പി. രണ്ടും എന്താണ് ആംഗിൾ ആർ ഒ പി തന്നെയാണ് അല്ലേ. ദെർഫോർ നമുക്കെന്ത് പറയാം, ആംഗിൾ ക്യു എസ് ഈസിക്കൽ ടു ആംഗിൾ ആർ എ പി എന്ന് പറയാം അല്ലേ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ. അതെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആംഗിൾ ആർ എ പിയും ആംഗിൾ ക്യു എസ് അത് രണ്ടും എന്താണ് ഈക്വൽ ആണ്. ഓക്കെ.